ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ടോപ്പ് ഇപ്പോഴത്തെ അണ്ടർ 25 മേടിക്കാൻ പറ്റിയ കുറച്ച് ഫോണുകൾ. 1 2 3 4 ഫോൺ. അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി വന്നതാണ്. ആദ്യം തന്നെ നിങ്ങളെ കൺമുന്നേ ഇരിക്കുന്നത് അതിൻ്റെ OnePlusൻ്റെ നോഡ് CE4 8 GB റാം 128 GB റാം റോമിന് 22,998 രൂപയാവും. ഓക്കെ, 256 വേണമെങ്കിൽ കുറച്ച് കാശ് കൂടും. അതിപ്പോൾ ഒരു 25 അതിൻ്റെ അകത്ത് തന്നെ വരും. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ UFS 3.1 സ്റ്റോറേജ് ആണുള്ളത്. ബാക്കി എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 3.1 ആകെ ഉള്ളൊരു ഫോൺ ഇതാണ്. വേറൊരു ഫോണും ഉണ്ട് UFS 3.1 കുറച്ചും കൂടെ ബെറ്റർ ഇത്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അത്യാവശ്യം നല്ലതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ ഉള്ളത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ iQOO Z9 Pro ഉണ്ട്. സെയിം 7 Gen 3 തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ UFS 2.2 സ്റ്റോറേജാണ്. അപ്പം സ്വിച്ചിങ് ബിറ്റ്വീൻ ദ ആപ്സ്, പ്രോസസ്സിങ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കുറച്ച് സമയം പിടിക്കും. അല്ലാത്ത പക്ഷം നല്ല ബാറ്ററി 5500 mAh. അത് OnePlus 5500 mAh തന്നെ. ഈ പറയണ എത്ര 128 GB സെയിം 23,000 രൂപ. അതല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ എൻ്റെ റിയൽമിയുടെ 13 Pro Plus ഉണ്ട്. 3x ഒപ്റ്റിക്കൽ വരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ ബ്ലോട്ട്വെയർസും ആഡ്സും തേങ്ങയും മാങ്ങയും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. 7s Gen 2 പ്രോസസ്സറാണ് പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. ഇതും UFS 3.1 ആണെന്നാണ് എൻ്റെ ബലമായ സംശയം. എന്തായാലും ഇത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഗെയിമിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇതാണ്ടേ ഈ ഒരു ഒറ്റ സാധനമേ ഉള്ളൂ. 24,000 രൂപയ്ക്ക് 256 GB 8 GB റാം, പോക്കോ F6, സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3, 50 മെഗാ ഒരു ഡീസൻറ്റ് ക്യാമറ, 120 Hz റിഫ്രഷ് റേറ്റ്, AMOLED തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ്. പോക്കോ ആണ്. ചിലപ്പോൾ മദർ ബോർഡ് അടിച്ച് പോവാം. അതൊന്നും നമ്മളുടെ കയ്യിലല്ല. എന്തിനാണെങ്കിലും ഇതിൻ്റെ സോഫ്റ്റ്വെയർ മറ്റേ സാധനമാണ്, HyperOS ആണ്. അപ്പോൾ അറിയാമല്ലേ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റൊക്കെ എന്തെങ്കിലും അവർക്ക് മൂടുള്ളപ്പോൾ തരും. അതൊരു വിഷയമല്ല. നിങ്ങൾ ഞാൻ പറയാം, ഗെയിമിംഗ് എന്നുള്ളൊരു ചിന്തയിലാണെങ്കിൽ BGMI പരിപാടിയൊക്കെ ആണെങ്കിൽ ദിസ് ഈസ് ദി ഒൺലി ഗുഡ് ഓപ്ഷൻ അടേ. അപ്പോൾ ഇതൊക്കെയാണ് അണ്ടർ 25,000 ഫോണുകൾ. ഇനി അണ്ടർ 20,000 പറയല്ലേ, ശോകമാണ്. പിന്നെ നത്തിങ്ങിൻ്റെ ഫോൺ എടുക്കാൻ വരട്ടെ. 2A ഒന്നും ഇനി ആരും എടുക്കരുത്. 2A 3A ഇപ്പോൾ റിലീസാവും. ഏകദേശം സെയിം പ്രൈസൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നത്തിങ് ഫോൺ 2A എടുക്കരുത് ഇപ്പോൾ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് ബെസ്റ്റ് ഫോൺ അണ്ടർ 2025. ബെസ്റ്റ് ഫോൺ അണ്ടർ 25,000 rupees. സോറി.